3 ചേരുവ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ 4 മണി പലഹാരമാണ് ഇന്നത്തെ റെസിപ്പി. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ കൂടുതൽ അളവിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നല്ല പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ഏകദേശം ചെറിയൊരു പുളിയുള്ള തൈരാണ്, നമ്മൾ സാധാരണ മിൽമൻ്റെ തൈരാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി പുളിയില്ലാത്ത തൈരാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വരെയൊക്കെ എടുക്കാം. കൂടെ തന്നെ പാകത്തിനൊരു നുള്ള് ഉപ്പും അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം, തൈരും പിന്നെ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടണം. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കപ്പ് മൈദ ആദ്യം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുക്കുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മൈദ ഇപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പിന് മുകളിലായിട്ടാണ് മൈദ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ വേണ്ടത്. നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. കൈ വെച്ചിട്ട് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് സ്പൂണിൽ കുറച്ച് ബാറ്റർ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കൈ വെച്ചിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലാകുമ്പോൾ പെട്ടെന്ന് അടിഭാഗമൊക്കെ കരിഞ്ഞു പോവുകയും ചെയ്യും. നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഉടനെ തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടും. തൈരും മുട്ടയൊക്കെ ചേർത്ത കാരണം നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടുകയും ചെയ്യും. നല്ല സോഫ്റ്റാണ്, ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും ചെറുതായിട്ട് കളറൊക്കെ മാറി ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കരുത്. ഹൈ ഫ്ലെയിമിലിട്ടിട്ടാകുമ്പോൾ പെട്ടെന്ന് മുകൾ ഭാഗമൊക്കെ കണ്ട് കരിഞ്ഞ് ഉൾഭാഗം കറക്റ്റായിട്ട് വെന്ത് കിട്ടേയില്ല. അപ്പോൾ എല്ലാ ഭാഗവും റെഡിയായിട്ട് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു സ്നാക്കിലേക്ക് പഞ്ചസാര ഇടുന്നതിനും പകരമായിട്ട് പഞ്ചസാര ഒന്നും ഇല്ലാതെ പഞ്ചസാര ഏലക്കായപ്പൊടി ഒഴിവാക്കിയിട്ട് നമുക്ക് കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുന്ന രീതിയിലും ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ കുറച്ച് വലിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലേക്ക് അരിഞ്ഞിട്ടിട്ട് ഈ ഒരു ബാറ്ററിലേക്ക് അരിഞ്ഞിട്ടിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. ഏത് രീതിയിലായാലും അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ കുറച്ച് അളവിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ, എന്നാലും അത്യാവശ്യം എണ്ണം സ്നാക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിലൊക്കെ മാറ്റം വരുത്തിയാലും മതിയാവും. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. കുറഞ്ഞ സമയം മതി, കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മതി, അടിപൊളി ടേസ്റ്റുമാണ്. നല്ല സോഫ്റ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉൾഭാഗമൊക്കെ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന അടിപൊളി പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.